അവധിക്കാലം ആഘോഷമാക്കാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി വിനോദസഞ്ചാരികളാണ് ഇടുക്കിയിലേക്ക് എത്തുന്നത്. കുത്തിറക്കവും കൊടും വളവുകളും നിറഞ്ഞ ഇടുക്കി മലയോരത്തെ റോഡുകളിലൂടെയുള്ള ഡ്രൈവിംഗ് വലിയ കരുതലോടെയാകണം. ഇന്ന് 2 പേരുടെ മരണത്തിനിടയാക്കിയ വട്ടക്കണ്ണിപ്പാറയിൽ നടന്ന അപകടവും അമിതവേഗവും ഡ്രൈവറുടെ പരിചയക്കുറവും മൂലമാണ് ഉണ്ടായത്. ഇതുവഴിയുള്ള യാത്ര സന്തോഷകരമാക്കാൻ ഡ്രൈവിംഗ് അതീവ ശ്രദ്ധയോടെ ആകണം. ഇടുക്കി ജില്ലയിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും അവരുടെ സന്തോഷകരമായ യാത്ര കണ്ണീരിൽ അവസാനിക്കുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ കൂടിയുള്ള റോഡുകൾ കുത്തിറക്കവും കൊടും വളവുകളും നിറഞ്ഞതാണ്. ഈ റോഡുകളെക്കുറിച്ചുള്ള ധാരണക്കുറവ്, പിന്നെ അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് ഒക്കെയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. ഇന്നും വാഹനാപകടം നടക്കുകയും ജീവൻ നഷ്ടമാവുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വട്ടക്കണ്ണിപ്പാറയിൽ. നേരത്തിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പമുണ്ട്. സർ, ഈ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടത് എങ്ങനെയാണ് എന്നാണ് കരുതുന്നത്? ഇത് റോഡ് വളരെയധികം ഇറക്കത്തോട് കൂടിയതും തുടർച്ചയായ വളവോട് കൂടിയതാണ്. അപ്പം ഈ വാഹനം 13 സീറ്ററായ 407 മാക്സി ക്യാബാണ്. ഡ്രൈവറുടെ പരിചയക്കുറവാണ് ഈ അപകടത്തിൻ്റെ കാരണം. ഇത് പ്രോപ്പർ ഗിയറിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പം ഡ്രൈവറുടെ പരിചയക്കുറവ് തന്നെയാണ് പ്രാഥമിക നിഗമനത്തിൽ അപകട കാരണമെന്ന് മനസ്സിലാക്കുന്നത്. തന്നെയല്ല, ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണം ആളുകളുടെ എണ്ണത്തിൽ കൂടുതലുണ്ട്. ഇത് 13 സീറ്റ് വണ്ടിയാണുള്ളത്. അപ്പം കിട്ടിയ വിവരമനുസരിച്ചിട്ട് ഇതിനകത്ത് 16 മുതിർന്നവരും 6 കുട്ടികളും ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന യാത്രക്കാരുടെ എണ്ണം 13ആണ്. അതും വർധനമായത് ഓവർലോഡും ഇതിനകത്ത് അപകടത്തിനൊരു കാരണമായി തന്നെ കണക്കാക്കാം. ഈ മുതൽ ഈ വട്ടക്കണ്ണിപ്പാറയ്ക്ക് മുകൾ വശം മുതൽ താഴത്തേക്ക് കുത്തുങ്കൽ വരെ, അവിടെ നിന്ന് രാജാക്കാട്ടിലേക്കുള്ള കയറ്റമാണ്. അപ്പോൾ ഈ കുത്തുങ്കൽ വരെയുള്ള കുത്തിറക്കവും കൊടും വളവും നിറഞ്ഞ ഒരു സാഹചര്യമാണ് റോഡിലുള്ളത്. അതിനൊരു എന്താണ് ഒരു നിർദ്ദേശം നൽകാനുള്ളത്? അതായത് ഡ്രൈവർ പരിചിതനാണെങ്കിൽ അദ്ദേഹം കൃത്യമായ ഗിയർ ഉപയോഗിച്ച് ഇറങ്ങുകയാണെങ്കിൽ ഈ അപകടം ഒഴിവാക്കാവുന്നതാണ്. ഈ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ഈ തമിഴ്നാട്ടിൽ ഓടിച്ച പരിചയമുള്ള ഡ്രൈവറായിരിക്കാം ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം പ്രോപ്പർ ഗിയറിലാണോ വന്നതെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തുടർച്ചയായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ് തന്നെയാണ് പ്രാഥമികമായിട്ട് ഈ അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി മുകളിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കൃത്യമായി ഗിയർ ഡൗൺ ചെയ്യുകയും ഒപ്പം തന്നെ അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു അപകടങ്ങൾ ഒഴിവാക്കി പോകാൻ. തീർച്ചയായും. അതായത് ഗിയർ ഡൗൺ ചെയ്ത് കൃത്യമായ സ്പീഡിൽ ഇറങ്ങി വന്നാൽ ഈ അപകടം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു വാഹനം ശരിക്കും നമ്മുടെ ഈ മലയോര മേഖലയിൽ കൃത്യമായി ഓടിക്കാൻ കഴിയുന്നതാണ്. ഇത്തരം വാഹനങ്ങൾ നമ്മുടെ ഇറക്കവും കയറ്റവും കർവുകളുമുള്ള റോഡിൻ്റെ അകത്ത് അപകടകരമാണിത്. അതായത് ഇത്തരം വാഹനങ്ങൾ 4 വീലുള്ള 13 ആൾക്കാരെ മാത്രം യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ്. ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് തമിഴ്നാടുകളിലൊക്കെയാണ്. അപ്പം ഇത്തരം വാഹനങ്ങൾ ഇവിടെ ഉപയോഗിക്കുമ്പം തീർച്ചയായും അപകടത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വിനോദസഞ്ചാരികൾ അപകടത്തിൽപ്പെടുന്നത് കൂടുതലും ഇത്തരം വാഹനങ്ങളാണ്. അതെ, തീർച്ചയായും. കഴിഞ്ഞ വർഷവും ഇതേമാതിരി ഒരു അപകടം പൂപ്പാറയ്ക്കപ്പുറം അവിടെയുണ്ടായി. അവിടെയും 22 ആൾക്കാർ ആ വാഹനത്തിന് യാത്ര ചെയ്തിരുന്നു. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതും എഫിഷ്യൻസിയെ ബാധിക്കും. കുമളിയിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ പണിക്കാരെ ഓവർലോഡ് ചെയ്ത് വരുന്ന ഈ വാഹനത്തിൽ നമ്മൾ വണ്ടി ഓവർലോഡ് കയറ്റുമ്പോൾ സ്വാഭാവികം അതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇറക്കവും നല്ല വളവും വരുന്ന സാഹചര്യത്തിൽ, അതായത് ഈ വഴിയിൽ അധികം സഞ്ചരിക്കാത്തവർ ആണെങ്കിൽ ആ പരിചയക്കുറവ് മൂലം അപകടം എപ്പം വേണമെങ്കിലും ഉണ്ടാവും. അപകടം വളരെ ഗുരുതരം ആവും. എന്തായിരുന്നാലും അത്തരത്തിലാണ് ഈ അപകട വളവുകൾ നിറഞ്ഞ ഹൈറേഞ്ചിലെ റോഡുകൾ. ഇവിടുത്തെ മനോഹാരിത തേടി എത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം അപകടങ്ങളെ ഒഴിവാക്കിയാൽ മാത്രമായിരിക്കും സന്തോഷകരമായ ഒരു യാത്ര നടത്തി ഹൈറേഞ്ചിൽ നിന്ന് മടങ്ങാൻ കഴിയുക. മലയോര മേഖലയിൽ അത്രയധികം റോഡുകളെല്ലാം തന്നെ കുത്തിറക്കവും കൊടും വളവുകളും നിറഞ്ഞതാണ്. റോഡിൻ്റെ അവസ്ഥ പരിചിതമല്ലാത്ത ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിർദ്ദേശം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.